everyone, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 72nd lecture on recovery and refund of income tax, which is a subject for semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about refund of tax, and in this lecture, we are going to continue with the same topic, that is refund of tax. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ റീഫണ്ട് ഓഫ് ടാക്സിൽ വിത്ത്ഹോൾഡിംഗ് ഓഫ് റീഫണ്ട് ഇൻ സർട്ടൺ കേസസ് ഡിസ്കസ് ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ടിൽ 2 പ്രൊവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. Now we are going to discuss the balance provisions under the head interest on refund. And the third provision is where refund arises as a result of giving effect to an order of appeal under section 254 or 260 or 262 or revision under section 263 or 264 otherwise than by making a fresh assessment or reassessment. Refund shall be granted within 3 months. In certain cases, 9 months under section 153 subsection 5 from the date of order. അതായത് സെക്ഷൻ 254 260 262 പ്രകാരമുള്ള ഓർഡറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ 263 264 പ്രകാരമുള്ള റിവിഷൻ്റെ ഭാഗമായിട്ടോ ഹയർ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറിൻ്റെ ഭാഗമായിട്ടാണ് ടാക്സിൻ്റെ റീഫണ്ട് അറൈസ് ചെയ്യുന്നത്. അല്ലാതെ ഫ്രഷ് അസസ്മെൻറ്റോ റീഅസസ്മെൻറ്റോ ഒന്നും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടല്ല. ഈ പറഞ്ഞ കേസിൽ റിവിഷൻ്റെയോ അപ്പീലിൻ്റെയോ ഭാഗമായിട്ട് ഇഷ്യൂ ചെയ്ത ഓർഡറിൻ്റെ ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് കഴിഞ്ഞുള്ള 3 മന്ത്സിനുള്ളിൽ റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്യണം. സെക്ഷൻ 153 സബ്സെക്ഷൻ 55 പ്രകാരമുള്ള കേസിൽ ഈ 3 മന്ത്സ് എന്നുള്ളത് 9 മന്ത്സ് ആണ്. ഓക്കെ. If the refund is not granted within this period, additional interest at the rate 3% per annum shall be payable from the expiry of the aforesaid period till the refund is granted. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ പീരീഡ് പ്രകാരം റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്തില്ല എങ്കിൽ അഡീഷണൽ ഇൻട്രസ്റ്റ് പേബിൾ ആണ്. അഡീഷണൽ ഇൻട്രസ്റ്റ് പേബിൾ ആകുന്നത് അറ്റ് ദ റേറ്റ് 3% per annum എന്ന റേറ്റിലാണ്. ആൻഡ് ഈ അഡീഷണൽ ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന പീരീഡ് എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ 3 മന്ത്സോ സർട്ടൺ കേസസിൽ 9 മന്ത്സോ എക്സ്പയർ ആയി കഴിഞ്ഞ് റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്യുന്നത് വരെയുള്ള പീരീഡാണ്. ആൻഡ് ദ ഫോർത്ത് പ്രൊവിഷൻ ഇസ് വെയർ റീഫണ്ട് ഇസ് ഡ്യൂ ടു ദ ഡിഡക്ടർ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഹു ഹാസ് ക്രെഡിറ്റഡ് എനി എമൗണ്ട് ഓഫ് TDS ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ ഗവൺമെൻറ് ഹി ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ഇൻട്രസ്റ്റ് ദെയർ ഓൺ. അതായത് ഒരു അസസിയുടെ ഇൻകത്തിൽ നിന്നും TDSൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയും ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിൽ TDSൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ടാക്സ് ഡിഡക്ടർക്കാണ് റീഫണ്ട് ഡ്യൂ ആകുന്നത് എങ്കിൽ അദ്ദേഹം ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാൻ എൻറ്റൈറ്റിൽഡ് ആണ്. ആൻഡ് ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന പീരീഡ് എന്ന് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ക്ലെയിം ഫോർ റീഫണ്ട് ഈസ് മെയ്ഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ടു ദ ഡേറ്റ് ഓൺ വിച്ച് റീഫണ്ട് ഇസ് ഗ്രാൻറ്റഡ്. അതായത് പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ റീഫണ്ട് ക്ലെയിം ചെയ്ത ഡേറ്റ് മുതൽ റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പീരീഡിലേക്കാണ് ഈ പറഞ്ഞ ടാക്സ് ഡിഡക്ടർക്ക് ഇൻട്രസ്റ്റ് പേബിൾ ആകുന്നത്. And where refund arises on account of giving effect to an order of the commissioner appeal under section 250 or order of the appellate tribunal under section 254 or high court under section 260 or supreme court under section 262 from the date on which the tax is paid to the date on which the refund is ഗ്രാൻറ്റഡ്. അതായത് റീഫണ്ട് അറൈസ് ചെയ്യുന്നത് സെക്ഷൻ 250 പ്രകാരം അപ്പീലിൻ്റെ ഭാഗമായി കമ്മീഷണർ ഇഷ്യൂ ചെയ്ത ഒരു ഓർഡറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ 254 പ്രകാരം അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇഷ്യൂ ചെയ്ത ഒരു ഓർഡറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ 260 പ്രകാരം ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്ത ഒരു ഓർഡറിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സെക്ഷൻ 262 പ്രകാരം സുപ്രീം കോർട്ട് ഇഷ്യൂ ചെയ്ത ഒരു ഓർഡറിൻ്റെ ഭാഗമായിട്ടോ ആണ് എങ്കിൽ ഈ പറഞ്ഞ കേസുകളിൽ ഇൻട്രസ്റ്റ് പേബിൾ ആകുന്ന പീരീഡ് എന്ന് പറയുന്നത് ടാക്സ് പേ ചെയ്ത ഡേറ്റ് മുതൽ റീഫണ്ട് ഗ്രാൻറ്റ് ചെയ്ത ഡേറ്റ് വരെയുള്ള പീരീഡാണ്. ഈ ഒരു പീരീഡിലേക്കാണ് ഇൻട്രസ്റ്റ് പേബിൾ ആകുന്നത്. ഓക്കെ. ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 1/2% ഫോർ എവറി മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് ദ റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് 1/2% ആൻഡ് ഇറ്റ് ഇസ് പേബിൾ ഫോർ എവറി മന്ത് ഓർ പാർട്ട് ഓഫ് എ മന്ത്.
ഇനി എക്സ്പ്ലനേഷൻ ആണ് തന്നിരിക്കുന്നത്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓർ പെനാൽറ്റി മീൻസ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഓർ പെനാൽറ്റി സ്പെസിഫൈഡ് ഇൻ ദ നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഇസ് പെയ്ഡ് ഇൻ എക്സസ് ഓഫ് സച്ച് ഡിമാൻഡ്. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ടിൽ സെക്കൻഡ് പ്രൊവിഷനിൽ പറഞ്ഞ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഓർ പെനാൽറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോട്ടീസ് ഓഫ് ഡിമാൻഡിൽ സ്പെസിഫൈ ചെയ്ത ടാക്സിൻ്റെയോ അല്ലെങ്കിൽ പെനാൽറ്റിയുടെയോ എമൗണ്ട് പേ ചെയ്ത ഡേറ്റ് ആണ്. ആൻഡ് ഇത് പേ ചെയ്യുന്നത് ഈ പറഞ്ഞ ഡിമാൻഡിന് എക്സസ് ആയിട്ടാണ്. ഫോർ ദ പർപ്പസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ പീരിയഡ് ഓഫ് ഡിലേ, ദ ഡിലേ ഇൻ പ്രൊസീഡിങ്സ് ഇൻക്ലൂഡിംഗ് അസസ്മെൻറ്റ് പ്രൊസീഡിങ്സ് ആട്രിബ്യൂട്ടബിൾ ടു ദ അസസി ഓർ ഡിഡക്ടർ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഷാൾ ബി എക്സ്ക്ലൂഡഡ്. അതായത് പീരിയഡ് ഓഫ് ഡിലേ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അസസിയുടെ ഭാഗത്തു നിന്നും ടി ഡി എസിൻ്റെ ഡിഡക്ടറിൻ്റെ ഭാഗത്തു നിന്നും അസസ്മെൻറ്റ് പ്രൊസീഡിങ്സ് അടക്കമുള്ള പ്രൊസീഡിങ്സിൽ എന്തൊക്കെ ഡിലേ ആണോ വന്നിട്ടുള്ളത് ആ ഡിലേ എല്ലാം എക്സ്ക്ലൂഡ് ചെയ്യണം. അതായത് ഈ പറഞ്ഞ ഡിലേ ഇൻ പ്രൊസീഡിങ്സ് ഇൻക്ലൂഡ് ചെയ്യാതെ ആയിരിക്കണം പീരിയഡ് ഓഫ് ഡിലേ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. Where the refund has been increased or reduced on assessment on the basis of evidence or inquiry, best judgment assessment, reassessment, appeal, revision, rectification or by an order of the settlement commission, the interest shall be increased or reduced accordingly. അതായത് എവിഡൻസിൻ്റെയോ ഇൻക്വയറിയുടെയോ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെയോ റീഅസസ്മെൻറ്റിൻ്റെയോ അപ്പീലിൻ്റെയോ റിവിഷൻ്റെയോ റെക്ടിഫിക്കേഷൻ്റെയോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് കമ്മീഷൻ്റെ ഓർഡറിൻ്റെയോ ഭാഗമായി അസസ്മെൻറ്റിൽ റീഫണ്ട് ഇൻക്രീസ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ആണ് എങ്കിൽ അതനുസരിച്ച് ഇൻട്രസ്റ്റും ഇൻക്രീസ് ചെയ്യുകയോ റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്നതാണ്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഇൻട്രസ്റ്റ് ഓൺ റീഫണ്ട്. താങ്ക് യു.